വണ്ടി ഓടിച്ചോടിച്ചിട്ടങ്ങ് ശീലായിപ്പോയി അല്ലേ മക്കളെ? അപ്പൊ 2ാം ക്ലാസ്സിലെ മിടുക്കന്മാരും മിടുക്കികളൊക്കെ ഒന്ന് ഓടി വന്നേ. നമ്മൾ എവിടെയായിരുന്നു യാത്ര പോയത് കഴിഞ്ഞ ദിവസം? വെക്കേഷന്, അവധിക്കാലത്ത് മുത്തശ്ശിയുടെ വീട്ടിലേക്കായിരുന്നു അല്ലേ എന്റെ മക്കളെ? അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? നഗരത്തിലെ കാഴ്ചകൾ കണ്ടു, പിന്നെ ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു അല്ലേ? നാട്ടിൻപുറത്തെ വിശേഷങ്ങളും ഒക്കെ നമ്മൾ അറിഞ്ഞില്ലേ? അതൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞപ്പോ പിന്നെ ടീച്ചർ നോക്കുമ്പോ എന്താ കാണുന്നതെന്നറിയോ? ഒരു അവധിക്കാലത്ത് എന്ന പാഠത്തിൽ കുറച്ചും കൂടെ പ്രവർത്തനങ്ങൾ ബാക്കിയുണ്ട്. അപ്പൊ അത് നമുക്ക് ചെയ്യണ്ടേ? അതിനു മുമ്പ് എന്റെ മക്കൾ എല്ലാവരും പോയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ആവാത്തവര് ആ ലിങ്കിൽ, നമ്മുടെ ആദ്യത്തെ കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ച് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവും, ആഡ് ആവും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തേ. അതുപോലെ നമ്മുടെ ചാനൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ടീച്ചറിന്റെ പേര് എല്ലാവർക്കും അറിയാലോ, ശ്രുതി ടീച്ചറാണ്. അപ്പൊ നിങ്ങൾക്ക് ഒപ്പമുള്ളത് ശ്രുതി ടീച്ചറാണ്. നമ്മൾ ഈ പഠന പ്രവർത്തനങ്ങൾ ഒന്നങ്ങ് ചെയ്ത് നോക്കിയാലോ? നമ്മൾ എന്തൊക്കെ കണ്ടു? പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറയുന്നുണ്ട് അല്ലേ? പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതാൻ പറയുന്നില്ലേ? എവിടെയാണിതാ? പാഠത്തിൽ നിന്നും കണ്ടെത്തി എഴുതൂ. എന്താണ് ഇതിലുണ്ട്? വീതിയേറിയ റോഡ്. റോഡിനെ വിശേഷിപ്പിക്കുന്നത് വീതിയേറിയ റോഡ്. പിന്നെയോ കെട്ടിടങ്ങളെയോ കൂറ്റൻ കെട്ടിടങ്ങൾ എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. പുഴ, തോട്, പാടങ്ങൾ, മുറ്റം, മലനിരകൾ. ഇതൊക്കെ എങ്ങനെയാ നമ്മുടെ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നതെന്നാണ് നമ്മൾ എഴുതേണ്ടത് കേട്ടോ. അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? പുഴ എങ്ങനെയുള്ള പുഴയാണ്? നിറഞ്ഞൊഴുകുന്ന പുഴ. എങ്ങനെയുള്ള പുഴയാണ്? നിറഞ്ഞൊഴുകുന്ന പുഴ. പുഴ നിറഞ്ഞൊഴുകുന്നുണ്ട് എന്നല്ലേ പറഞ്ഞത്? അതുപോലെ തോടോ? ഒഴുകുന്ന തോട്. തോട് ഇങ്ങനെ ഒഴുകി 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 അല്ലേ പോവാ? പിന്നെ മുറ്റം. മുറ്റം മുത്തശ്ശിയുടെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അല്ലേ? വിശാലമായ മുറ്റം, നല്ല വലിയ മുറ്റാണല്ലേ? മുറ്റത്തെ നമ്മൾ വിശാലമായ മുറ്റം എന്നാണ് പാഠഭാഗത്തിൽ കണ്ടത്. പിന്നെ മലനിരകൾ എങ്ങനെയായിരിക്കും? ഉയർന്നിട്ടായിരിക്കില്ലേ? പാഠപുസ്തകത്തിൽ അങ്ങനെയല്ലേ? ഉയർന്ന മലനിരകൾ. എന്താണ്? ഉയർന്ന മലനിരകൾ. പാടങ്ങൾ പച്ച വിരിച്ച പാടങ്ങളാണ്. പച്ച വിരിച്ച പാടങ്ങൾ. പാടങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? നല്ല പച്ച നിറത്തിലായിരിക്കും അല്ലേ? അപ്പൊ പച്ച വിരിച്ച പാടങ്ങളാണ് കേട്ടോ. പച്ച വിരിച്ച പാടങ്ങൾ. ഇനി വാക്യം മാറ്റി എഴുതാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനമുണ്ട്. എന്താണ് ഈ വാക്യം? ഇത് കുറെ വാക്കുകൾ കൂടി ചേർന്നിട്ടാണ് വാക്യം ഉണ്ടാകുന്നത് അല്ലേ? ഇതിൽ എങ്ങനെയാണ് എഴുതേണ്ടത് നമുക്ക് നോക്കാം. മൈതാനത്ത് കുട്ടികൾ വിലങ്ങനെയും കുറുങ്ങനെയും ഓടിക്കളിച്ചു. അപ്പോ ഈ വിലങ്ങനെയും കുറുങ്ങനെയും എന്നുള്ളതിന്റെ അടിയിൽ ഒരു വര കാണുന്നുണ്ടോ? അല്ലേ? വരച്ചത് കാണുന്നില്ലേ? അടിയിൽ ഒരു വര, അടിവര ഇട്ടിട്ടുണ്ട് അല്ലേ? അടിവര ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന് പകരം നമ്മൾ എന്താണ് ചേർക്കേണ്ടത് എന്നറിയോ? വിലങ്ങനെയും കുറുങ്ങനെയും എന്നതിന് പകരം നമ്മൾ തലങ്ങും വിലങ്ങും എന്ന് ഉപയോഗിക്കണം. എന്തുപയോഗിക്കണം? തലങ്ങും വിലങ്ങും. തലങ്ങും വിലങ്ങും. വിലങ്ങനെയും കുറുങ്ങനെയും എന്നതിന് പകരം നമ്മൾ തലങ്ങും വിലങ്ങും എന്നാണ് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഒന്ന് എഴുതി നോക്കിയാലോ? മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. വാക്യം കറക്റ്റ് ആയില്ലേ? തെറ്റിയില്ലല്ലോ അല്ലേ? മൈതാനത്ത് കുട്ടികൾ തലങ്ങും വിലങ്ങും ഓടിക്കളിച്ചു. ഇനിയുള്ളത്, തൊട്ടു വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. തൊട്ട് വെച്ചിരിക്കുന്ന മിഠായി ഭരണികളൊക്കെ ഇങ്ങനെ തൊട്ട് വെച്ചിരിക്കുന്നുണ്ട്. അത് കാണാൻ നല്ല ചന്തമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ തൊട്ട് വെച്ചിരിക്കുന്ന എന്നതിന് പകരം മിഠായി ഭരണികൾ ഇങ്ങനെ നിരനിരയായി വെച്ചിരിക്കുന്നു എന്ന് നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? തെറ്റൊന്നുമില്ലല്ലോ അല്ലേ? തൊട്ട് വെച്ചിരിക്കുന്നുണ്ട്, നിരത്തി ഇങ്ങനെ നിരനിരയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ നിരനിരയായി എന്ന് നമ്മൾ മാറ്റി എഴുതണം. അപ്പൊ തൊട്ടു എന്നതിന് പകരം നമ്മൾ എന്താണ് എഴുതുന്നത്? നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. നിരനിരയായി വെച്ചിരിക്കുന്ന മിഠായി ഭരണികൾ കാണാൻ നല്ല ചന്തമുണ്ട്. ഓക്കെ ആണോ? ഇനി നമ്മുടെ അടുത്ത പ്രവർത്തനം എന്താ നോക്കാം.
പാഠഭാഗത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അത് കുറെ ആശയങ്ങൾ. അതായത് ആദ്യം നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ ചെയ്തത്? അമ്മയും അഭിനന്ദും നന്ദനയും അമ്മ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? റെഡി ആയിട്ടുണ്ടായിരുന്നു അല്ലേ? അതിനുശേഷമാണ് അവർ കാറിൽ പോയത്. വസ്ത്രങ്ങൾ, ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്തിട്ട് റെഡിയായി കാറിൽ വന്ന് അല്ലേ, നമ്മുടെ നഗരത്തിലൂടെ കാഴ്ചകളൊക്കെ കണ്ട് അവര് എവിടെ എത്തി? പാലമൊക്കെ കടന്ന് എവിടെ എത്തി? നമ്മുടെ ഗ്രാമപ്രദേശത്തുള്ള നാട്ടിൻ പുറത്തുള്ള മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്നു അല്ലേ? മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്നല്ലേ? അപ്പൊ അത് നമ്മൾ ക്രമപ്പെടുത്തി എഴുതണം. ഇവിടെ എങ്ങനെയാ കണ്ടത്? നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി, മുത്തശ്ശിക്ക് സന്തോഷമായി, യാത്രയ്ക്ക് തയ്യാറായി, ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ആദ്യം നമുക്കറിയാം അല്ലെ, യാത്രയ്ക്ക് തയ്യാറായതല്ലേ ആദ്യം. അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടത് യാത്രയ്ക്ക് തയ്യാറായി എന്നാണ് അല്ലേ? യാത്രയ്ക്ക് തയ്യാറായി. അതിനുശേഷം കാറിൽ അയ്യോ, കാറിന്റെ ശബ്ദം ഇതല്ല അല്ലേ? ടീച്ചർക്ക് വണ്ടി ഓടിക്കാനൊന്നും അറിയില്ല അല്ലേ? മക്കൾക്ക് അറിയോ കാറിന്റെ ശബ്ദം എങ്ങനെയാണെന്ന് അല്ലേ? എന്നാലും നമുക്കൊന്ന് ആക്ഷൻ കാണിക്കാം അല്ലേ? അപ്പൊ നഗരത്തിരക്കിലൂടെ കാർ ഇങ്ങനെ ഓടുന്നുണ്ട് അല്ലേ? നമ്മുടെ കളിവണ്ടിയായി പോയോ ഇത്? സാരില്ല, എന്നാലും നമുക്ക് വണ്ടിയിലാണ് എന്ന് വിചാരിക്കാം. അപ്പൊ നഗരത്തിരക്കിലൂടെ കാർ നീങ്ങി. അതിനുശേഷം നഗരത്തിലെ കാഴ്ചയൊക്കെ കണ്ട് അതിവിടെ തരാത്തോണ്ട് നമ്മൾ എഴുതേ വേണ്ട. അതിനുശേഷം ഗ്രാമത്തിലെ കാഴ്ചകൾ കണ്ടു. ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാണ് എവിടെ എത്തുന്നത്? നമ്മുടെ മുത്തശ്ശിയുടെ വീട്ടിലെത്തുന്നത്. അപ്പൊ ഇവരെ കണ്ട സമയത്താണ് മുത്തശ്ശിക്ക് സന്തോഷമായത്. ശരിയല്ലേ? ഇത് മനസ്സിലായിട്ടുണ്ടോ? ഒന്നുമില്ല, നമ്മുടെ പാഠഭാഗത്തില് ആദ്യം സംഭവിച്ച കാര്യം ആദ്യം എഴുതുന്നു, ശേഷം ഓരോരോ ക്രമത്തിൽ എഴുതി അവസാനം സംഭവിച്ചത് നമ്മൾ ഏറ്റവും ഒടുവിൽ എഴുതുന്നു. അപ്പൊ നമ്മുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയായിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഒരു അവധിക്കാലത്ത് എന്നുള്ള പാഠത്തില് എന്ത് കഴിഞ്ഞു? പഠന പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ടീച്ചർ പറഞ്ഞത് മറക്കില്ലേ? സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം, ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കണം. പിന്നെ നമ്മുടെ ലൈവ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാവരും ലൈവ് ക്ലാസ്സിന് എന്ത് ചെയ്യണം? ആ ലൈവ് ക്ലാസ്സിൽ ടീച്ചറുടെ കൂടെ കയറി കാണണം കേട്ടോ. ബൈ, അടുത്ത ക്ലാസ്സിൽ കാണേ.